ലോഗിൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഐ ഡി ഏത് ഫിനാൻഷ്യൽ ഇയർ ഐ ഡിയിലാണോ ലോഗിൻ ചെയ്യുന്നത് ചോദിക്കും. അത് സെലക്ട് ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ സെലക്ട് ചെയ്യാൻ പറ്റും, കറണ്ട് ഇയർ സെലക്ട് ചെയ്യാം. ഇത് കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഇതിൽ ഹാൾ മാർക്കിംഗ് ഉണ്ട്, എൻഗ്രേവിംഗ് ഉണ്ട്, അസൈ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫയർ അസിങ് പാർട്ട് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫയർ അസിങ്ങിൽ ഈ സെക്ഷനാണ്. റിസിപ്റ്റ് എൻട്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഫൈനൽ റിപ്പോർട്ട്, പിന്നെ ഇൻവോയ്സ് എൻട്രി ഉണ്ട്. റിസിപ്റ്റ് എൻട്രി കഴിഞ്ഞാൽ നേരെ ലാബ് എൻട്രി ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് അടിക്കുക. അതും കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് എൻട്രി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് റിസിപ്റ്റ് ഉണ്ട്, സ്റ്റോക്ക് ഇൻവേർഡ് സ്റ്റോക്ക്, പിന്നെ ഔട്ട്വേർഡ് സ്റ്റോക്ക് യൂസേജ്. അതതാ ലാബ് എൻട്രി ഓട്ടോമാറ്റിക്കലായിട്ട് ഔട്ട്വേർഡ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൂടാതെയുള്ള യൂസേജ് എൻട്രിയാണ് ഇത്. പിന്നെ കൺസപ്ഷൻ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് സെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? റിസിപ്റ്റ് എൻട്രി ആണ് ചെയ്യേണ്ടത്. റിസിപ്റ്റ് എൻട്രിയിൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് വരിക. സാധാരണ ഇതിൽ ഈ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ വിൻഡോയിലും ഫങ്ഷണാലിറ്റി സിമിലർ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ 6 ബട്ടൺ ഉണ്ടാവും. അതിൽ ന്യൂ, എഡിറ്റ്, ഡിലീറ്റ്, സെർച്ച്, സേവ്, എക്സിറ്റ്. അതുകൂടാതെ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് പ്രിൻ്റ്. ഇത് ഏത് വിൻഡോയിലെടുത്താലും ഈ ഒരു ഡിസൈൻ ആയിരിക്കും. ഒരു വിൻഡോൻ്റെ ആക്ടിവിറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഇതിൽ ന്യൂ പറഞ്ഞാൽ പുതിയൊരു റിസിപ്റ്റ് ഉണ്ടാക്കുന്നതാണ്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഓൾറെഡി എൻ്റർ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഡിലീറ്റ് ഓൾറെഡി ഉള്ളതിനെ റിമൂവ് ചെയ്യാം. സെർച്ച് ഇതിലുള്ള പഴയ ഐറ്റംസ് സെർച്ച് ചെയ്യാനുള്ളതാണ്. ന്യൂ എഡിറ്റും പ്രസ് ചെയ്ത് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാനുള്ള ബട്ടണാണ് ഇത്. എക്സിറ്റ് ചെയ്യാൻ ഇതൊന്ന് പുറത്ത് പോകാം. പ്രിൻ്റ് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചുള്ള റെസിപ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ടിലേക്ക് കൊടുക്കാം, പ്രിവ്യൂ കാണാം, പിന്നെ PDF ഫയലായിട്ട് ജനറേറ്റ് ചെയ്യാം. റിസിപ്റ്റ് എൻട്രി അല്ലാത്ത സർട്ടിഫിക്കറ്റ് എൻട്രിയിലാണെങ്കിൽ വാട്സപ്പ് ഡയറക്റ്റ് ആയിട്ട് അയക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ ന്യൂ റിസിപ്റ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ നമ്പർ വരും. നമുക്ക് ഡേറ്റും ടൈമും സെലക്ട് ചെയ്യാം. ഇതിൽ ടൈപ്പ് ഉണ്ട്. ഇത് നോർമൽ ഫയർ എക്സ് ആണ് ഡിഫോൾട്ടായിട്ട് വരിക. അതുകൂടാതെ സ്കിൻ ടെസ്റ്റിംഗ്, ഫോട്ടോ ടെസ്റ്റിംഗ്, XRF ഉണ്ട്. ഓക്കെ, നമുക്ക് ഫയർ എസ് ചെയ്ത് നോക്കാം. ഇതിൽ പാർട്ടി സെലക്ട് ചെയ്യാം, ഏജൻറ്റ് സെലക്ട് ചെയ്യാം, എത്ര ഐറ്റംസ് ആണ് കൊണ്ടുവന്നത്. ബിറ്റ് ആണെങ്കിൽ ഒരു ബിറ്റ് ആണെങ്കിൽ ഒരു ബിറ്റ്, അല്ലെങ്കിൽ 2 ബിറ്റ്. നമ്മളിപ്പോൾ ഒരു ബിറ്റ് എൻ്റർ ചെയ്തു, അതിൻ്റെ വെയിറ്റ് എൻ്റർ ചെയ്തു. അതിൻ്റെ നമ്പർ ലാബിൽ എൻട്രി ചെയ്യാനുള്ള കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റ്. ഈ കോഡ് നമ്മൾ പ്രീഡിഫൈൻ ആണ്. പ്രീഡിഫൈൻ മീൻസ് എന്ന് പറയുന്ന ഈ കോഡ് പ്രീഡിഫൈൻ ആണ്. FA എന്ന് പറയുന്നത് ഫയർ എസ് എന്നാണ് മീനിങ്. എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചത്, അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. 16 എന്ന് പറയുന്നത് ഇപ്പോൾ റിസീപ്റ്റ് നമ്പർ 16 ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് എത്ര ബിറ്റ് വേണമെങ്കിലും അറ്റ് എ ടൈം അക്സെപ്റ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 1. ഇത് നമുക്ക് സേവ് ചെയ്യാം. പ്രിൻ്റ് PDF പ്രിവ്യൂ ഓപ്ഷൻസ് വരും. ഞാനിപ്പോൾ അത് പ്രിവ്യൂ ചെയ്യാം.